ഹലോ ലോയിച്ചേ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡാറ്റീവ് കേസാണ് നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ നോമിനാറ്റീവ് പഠിച്ചു, അക്യുസാറ്റീവ് പഠിച്ചു. അന്നേ ഞാൻ പറഞ്ഞതാണ് തറയായിട്ട് പഠിക്കാത്ത വരരുതെന്ന്. അപ്പോൾ തറയായിട്ട് പഠിച്ചിട്ട് വരാം. നോട്ട്സ് വേണമെങ്കിൽ ചോദിക്കാം. വാട്സപ്പ് ചാനലിൽ അവൈലബിൾ ആണ്, ചാനലല്ല കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ്. സോ ഇന്നത്തെ ക്ലാസ്സിലെ ഡാറ്റീവ് ആണ്. അതിൻ്റെ മുമ്പ് പറയട്ടെ, ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ സെയിം ഡ്രസ്സിൽ എടുത്ത വീഡിയോ പറയുന്നത് അക്യുസാറ്റീവ് പ്രൊപ്പോസിഷനും ട്രെൻഡ് പാരവെർബിനുമാണ്. അത് വൃത്തിക്ക് നോക്കിയിട്ട് വരണം. ആൻഡ് സോ ഇന്ന് പഠിക്കാൻ പോകുന്നതിൻ്റെ അകത്തും എന്തുണ്ട്, ഡാറ്റീവ് പ്രൊപ്പോസിഷനും നമ്മൾ അക്യുസാറ്റീവിൽ പഠിച്ച സെയിം സാധനങ്ങളുണ്ട്. അതായത് വെർബുകൾ അല്ലെങ്കിൽ പ്രോനോമൻസ് കാര്യങ്ങളെല്ലാം ഇതിലും ഉണ്ട്. സോ അതുകൊണ്ട് അക്യുസാറ്റീവ് വൃത്തിക്ക് പഠിക്കുക. അത് നന്നായിട്ട് തറവായിട്ട് പഠിച്ചാലേ നിങ്ങൾക്ക് ഡാറ്റീവ് തലയിൽ കയറുള്ളൂ. സോ നമുക്ക് ഡാറ്റീവ് കേസ് എന്താണെന്ന് നോക്കാം. സോ അക്യുസാറ്റീവ് എന്തായിരുന്നു, ഡയറക്റ്റ് ഒബ്ജക്റ്റ് വരുന്നതിനായിരുന്നു നമ്മൾ അക്യുസാറ്റീവ് പറയാം. ഡാറ്റീവ് എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എന്തിലും എക്സ്പ്രസ് ചെയ്യുക, ഡാറ്റീവിൽ എക്സ്പ്രസ് ചെയ്യുക. അതായത് സബ്ജക്റ്റ് പ്ലസ് ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് പ്ലസ് ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റും കൂടെ ഉണ്ടാകുമ്പോഴാണ് അതെന്താണെന്ന് കംപ്ലീറ്റ് ആവുന്നത്. സോ ഇതാണ് ഡാറ്റീവ്. സോ ഡാറ്റീവിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സെൻറ്റൻസിൽ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് കൂടെ വരുന്ന കേസസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡാറ്റീവ് കേസസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് എക്സ്പ്ലനേഷൻ. ആൻഡ് സോ നമ്മുടെ ആ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്തിലായിരിക്കും, ഡാറ്റീവിലായിരിക്കും. അത് എപ്പോഴും എന്തിലായിരിക്കണം, ഡാറ്റീവിലായിരിക്കണം വരേണ്ടത്. സോ ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് മനസ്സിലായില്ല, നിങ്ങൾക്ക് മനസ്സിലായി. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എർ ഗിഫ്റ്റ് ദർ ഫ്രൗ അതിന് ബ്ലൂമ. ഓക്കെ, ബ്ലൂമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവേഴ്സാണ്. സോ ഈ ഒരു സെൻറ്റൻസ് നോക്കുമ്പോൾ സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, ആൻഡ് ഇടയ്ക്കൊരു നൗൺ വന്നിട്ടുണ്ട് ദർ ഫ്രൗ, അത് കഴിഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട്. സോ ഇതിൽ നമുക്ക് സെൻറ്റൻസ് വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ പറയട്ടെ, നമുക്കത് അക്യുസാറ്റീവിലാക്കി പറയണേ, എർ ഗിഫ്റ്റ് അതിന് ബ്ലൂമ. ഓക്കെ, എർ ഗിഫ്റ്റ് അതിന് ബ്ലൂമ, അവനൊരു പൂവ് കൊടുത്തു. ആ സെൻറ്റൻസ് ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റാണ്. പക്ഷെ അവിടെ ഒരു എക്സ്ട്രാ ഇൻഫോർമേഷൻ പോലെ പറഞ്ഞിട്ട് ആർക്കാ കൊടുത്തതാണ്. ഓക്കെ, സോ ആർക്കാ കൊടുത്തത്, ഫ്രൗവിനാണ് കൊടുത്തത്. സോ അതാണ് ഡാറ്റീവ്. സോ ഫ്രൗ എന്നുള്ളതാണ് അവിടുത്തെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, അതാണ് എന്തിൽ, ഡാറ്റീവിൽ വരുന്നത്. സോ തിങ് മനസ്സിലായല്ലോ. സോ എർ ഗിഫ്റ്റ് ദർ ഫ്രൗ അതിന് ബ്ലൂമ, അതിൽ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റാണ്, ദെർഫോർ അതെന്താണ്, ഡാറ്റീവ് ആണ്. സോ ഇതാണ് ഡാറ്റീവ് കേസ് എന്ന് പറയുന്നത്. സോ ഒരു സെൻറ്റൻസിൽ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ഡാറ്റീവിൽ വേണം എക്സ്പ്രസ് ചെയ്യാനായിട്ട്. സോ ഇതാണ് സംഭവം. സോ ഞാൻ കുറച്ചുകൂടെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് തരാം കേട്ടോ, നിങ്ങൾക്ക് വാട്സപ്പ് ചാനലിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യാം. സോ അതിൽ കണ്ടോ, ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻ വെം, ഹും ആർക്ക് കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അകത്ത് തരാനൊരു ആൻസർ ഉണ്ട്. ആർക്കാ, ഫ്രൗവിനാണ് കൊടുത്തത്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയുകയാണ്, ഞാൻ എൻ്റെ ഫാദറിന് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു. സോ ഞാൻ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു ഈസ് എ കംപ്ലീറ്റ് സെൻറ്റൻസ്. സോ ഞാൻ അതിൽ എക്സ്ട്രാ ഇൻഫർമേഷൻ കൊടുത്താണ്, ആർക്ക്, ടു ഹും. സോ ഞാൻ എൻ്റെ ഫാദറിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്ത് ഗിഫ്റ്റ് വാങ്ങിച്ചത്. സോ അങ്ങനെ വരുന്ന ഹും എന്നുള്ള ആൻസർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ നൗണ് ആയിരിക്കും എന്ത് പറയുക, ഡാറ്റീവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡാറ്റീവ് കേസിൽ എക്സ്പ്രസ് ചെയ്യുന്നത് ആ ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിനെ ആയിരിക്കും. സോ അത്രേ ഉള്ളൂ. ആൻഡ് മോസ്റ്റ് ഓഫ്റ്റൻ പേഴ്സൺസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ഡാറ്റീവ്. സോ മിക്കപ്പോഴും പേഴ്സൺസ് ആവാം, വിച്ച് മീൻസ് നൗൺ ആവാം, എന്തിൽ വരുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്, ഡാറ്റീവിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ഇതാണ് ഡാറ്റീവ് എന്ന് പറയുന്നത്. സോ ഡാറ്റീവിനും എന്താ, ആർട്ടിക്കിൾ ചേഞ്ച് ഉണ്ട്. നമ്മൾ നോമിനാറ്റീവ് ദർദി ദസ്തി, അക്യുസാറ്റീവ് അല്ലല്ലോ, ദി ദസ്തി ആയിരുന്നു, ദർദി ദസ്തി, ദി ദസ്തി. സോ ഇനി നമ്മുടെ ഡാറ്റീവിലേക്ക് വരുമ്പോൾ മൊത്തം മാറി, കുറച്ചൊക്കെ മൊത്തം മാറി. സോ നോക്കുമ്പോൾ കാണാം മസ്കുലിനിൽ, ഞാൻ അവിടെ തെറ്റിച്ചു, നിങ്ങൾ ശ്രദ്ധിച്ചില്ല, നോട്ട് അക്യുസാറ്റീവ്, ഇറ്റ്സ് ഡാറ്റീവ്. ഡാറ്റ എന്നായിരുന്നു നമുക്ക് തൽക്കാലം, ഡാറ്റീവ്. സോ ഡാറ്റീവിലേക്ക് വരുമ്പോൾ നമ്മുടെ നോമിനാറ്റീവിൻ്റെ ആർട്ടിക്കിൾ മസ്കുലിൻ ദറാണ്, അത് മാറി എന്തോ ദെയ്മാവും, ദെയ്ം. ഓക്കെ, ഡി മാറിയിട്ട് ദറാവും, ഡസ് മാറി വീണ്ടും ദെയ്മാവും, ദി മാറിയിട്ട് ദെയ്നാവും. സോ ഇതാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അതായത് ഒന്നുകൂടെ പറയാം, നോമിനാറ്റീവ് ദർ ദി ദസ്തി, അക്യുസാറ്റീവ് ആണെങ്കിൽ ദെയിൻ ദി ദസ്തി. അക്യുസാറ്റീവിൽ ആകെപ്പാടെ വരുന്ന ചേഞ്ച് അറിയാമല്ലോ, നമ്മുടെ മസ്കുലിനിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ, അത് ദെയിനായിട്ട് മാറുന്നതായിരുന്നു അക്യുസാറ്റീവിലുള്ള ചേഞ്ച്. സോ അത് പക്ഷേ ഡാറ്റീവിലേക്ക് വരുമ്പോൾ മസ്കുലിൻ ആർട്ടിക്കിൾ ദെയിമാണ്, ഫെമിനിൻ ആർട്ടിക്കിൾ ദറാണ്, നോയിട്രാൽ ദെയിമാണ്, ആൻഡ് പ്ലൂറാൽ ദെയിനാണ്. ഇതാണ് ആർട്ടിക്കിളിൽ വരുന്ന ചേഞ്ചസ്. സോ നമ്മൾ ഒരു സെൻറ്റൻസിൽ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ജെൻഡർ അനുസരിച്ച് എന്ത് ചെയ്ത് കൊടുക്കുക, ആർട്ടിക്കിളിലും ചേഞ്ച് വരുത്തി കൊടുക്കുക. സോ ഡാറ്റീവിൻ്റെ ബെസ്റ്റ് ഫിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ദെയിം, ദർ, ദെയിനാണ്. ഓക്കെ, സോ ഇതാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇനി നോക്കാനുള്ളതെന്ന് പറയുന്നത് ബെസ്റ്റ് ഫിറ്റ് ആർട്ടിക്കിൾ, നെഗേഷൻ ആർട്ടിക്കിൾ നോക്കാം, ചേഞ്ച് ഉണ്ട്, ആൻഡ് ഓൾസോ പൊസസീവ് ആർട്ടിക്കിളിൻ്റെ ഒരു ടേബിൾ നമുക്ക് നോക്കാം. സോ നമുക്കിനിയിപ്പം അത് പഠിക്കാം. സോ നമുക്കിനി ഉൺബെസ്റ്റിംറ്റർ, നെഗേഷന്, പൊസസീവ് ആർട്ടിക്കിൾ നോക്കാം. പൊസസീവ് ആർട്ടിക്കിളിൻ്റെ ടേബിൾ ഞാൻ കൊടുത്തിട്ടില്ല, ഞാൻ നോട്ട്സിൽ കൊടുക്കാം. സോ ഉൺബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ നോക്കുമ്പോൾ നമുക്ക് നോമിനാറ്റീവ് ആദ്യം നോക്കാം. അയിനായിരുന്നു നമുക്ക് എന്താ പറയുക, ഉൺബെസ്റ്റിംറ്ററിൽ പ്ലൂറാൽ കേസ് നമ്മൾ യൂസ് ചെയ്യാറില്ല, നാക്ക് കൊടുക്കുന്നല്ലോ ഭർത്താവ്. അപ്പോൾ ഉൺബെസ്റ്റിംറ്ററിലെ നോമിനാറ്റീവ് അയിനാണ്,
ആൻഡ് ഡാറ്റീവിലേക്ക് വരുമ്പോൾ അതെന്തായിട്ട് മാറും? ഐനം, ഐനർ, ഐനമായിട്ട് മാറും. സോ അക്വസാറ്റീവ് ആയിരുന്നെങ്കിൽ ഐനൻ, ഐനെ, ഐന ആയിരുന്നു. സോ ഡാറ്റീവിലേക്ക് വരുമ്പം ഐനം, ഐനർ, ഐനം എന്നായിട്ടാണ് മാറുക. ഓക്കെ. ആൻഡ് നെഗേഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം നോമിനാറ്റീവ് കൈൻ, കൈന, കൈൻ, കൈനാണ്. ഞാൻ റിതം പറഞ്ഞായിരുന്നു, കൈൻ, കൈന, കൈൻ, കൈനാണ്. സോ അത് മാറി കൈനം, കൈനർ, കൈനം, കൈനറായിട്ട് മാറും. അല്ല, നെഗേഷൻ ആർട്ടിക്കിളിൽ പ്ലൂറൽ ഉണ്ടല്ലോ. അപ്പം ഡാറ്റീവിൽ വരുമ്പം കൈനം, കൈനർ, കൈനം, കൈനർ എന്നായിട്ടാണ് മാറുക. സോ ഇതാണ് ഉൺബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ നെഗേഷൻ. ബെസ്റ്റിംറ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദെയിം, ദർ, ദെയിം, ദെയിന്. ആൻഡ് ഉൺബെസ്റ്റിംറ്ററിൽ ഐനം, ഐനർ, ഐനം. നെഗേഷൻ ആണെങ്കിൽ കൈനം, കൈനർ, കൈനം, കൈനൻ. സോ ഇത്രയാണ് ആർട്ടിക്കിൾസ് വരുന്നത്. സോ പൊസസീവ് ആർട്ടിക്കിൾ അറിയാലോ, മൈൻ, ദൈൻ, സൈൻ, ഇയർ, ഉൻസർ, ഓയിർ ഒക്കെയാണ് വരിക. സോ അത് വരുന്നത് സെയിം ഋതത്തിൽ തന്നെ മൈനം, മൈനർ, മൈനം, മൈനൻ, അല്ലെങ്കിൽ ദൈനം, ദൈനർ, ദൈനം, ദൈനൻ. സോ ഇതേ സാധനം തന്നെ നോട്ട്സിൽ ഞാൻ കൊടുക്കാം. ഇത്രയും ഇതിൽ കൊള്ളില്ല, ടേബിൾ കൊള്ളില്ല. സോ അതാണ് സെയിം സാധനം തന്നെ. ജസ്റ്റ് നമ്മുടെ ഈ ഒരു പോർഷനിൽ ഈ കൈൻഡ് ഓഫ് സ്ഥാനത്ത് എന്ത് ചെയ്യുക, മൈനാക്കിയാൽ മതി, സെയിം പൊസസീവ് ആർട്ടിക്കിൾ കിട്ടും. സോ ഇത്രയാണ് വരുന്നത്. പിന്നെ വരുന്നതാണ് ഡാറ്റീവിൻ്റെ വെർബൻ. അക്വസാറ്റീവിൻ്റെ വെർബൻ പ്രോപ്പറായിട്ട് പഠിക്കണം. സോ ഡാറ്റീവ് വെർബൻ എന്ന് പറയുന്നത്, സോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡാറ്റീവ് പേഴ്സണൽ പ്രോനൗൺ പഠിക്കാനുണ്ട്. ഞാൻ മറന്നു പോരുത് കേട്ടോ, ഞാൻ മറക്കും. അപ്പോൾ ഡാറ്റീവ് വെർബൻ കുറച്ചുണ്ട്. ഞാൻ എൻ്റെ ഒരു ഇത് കാരണം ഇതിങ്ങനെ എഴുതി വെച്ചേക്കുക. ഓക്കെ. സോ ഡാറ്റീവ് വെർബനിൽ ഇപ്പുറത്തേക്ക്. ഓക്കെ. ഡാറ്റീവ് വെർബനിൽ ആദ്യം പാസൻ, ടു സ്യൂട്ട്, ഡാങ്കൻ, ടു താങ്ക്, പിന്നെ എർക്ലെയറൻ, ടു എക്സ്പ്ലെയിൻ, എംഫേലൻ, ടു റെക്കമെൻഡ്, ആൻഡ് ഗ്രാറ്റുലിയറൻ, ടു കൺഗ്രാറ്റുലേറ്റ്, ഗേബൻ, ടു ഗീവ്, ആൻഡ് ഷെക്കൻ, ടു സെൻറ്റ്, പിന്നെ ഇവിടെ ഹെൽഫൻ, ടു ഹെൽപ്പ്, സൈഗൻ, ടു ഷോ, ആൻഡ് വോട്ടൻ, ടു ആൻസർ. സോ ഇത്രയാണ് ഡാറ്റീവ് വെർബൻ. സോ അക്സാറ്റീവ് പറഞ്ഞ പോലെ തന്നെ ഡാറ്റീവ് വെർബൻ, അതായത് ഇപ്പോൾ അതിലൊരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇല്ല, പക്ഷേ ഇതിലൊരു വെർബ് പ്രസൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഡാറ്റീവായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. സോ ഇത്രയാണ് ഡാറ്റീവ് വെർബൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു വെർബുകൾ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത് എന്തിലായിരിക്കും, ഡാറ്റീവ് കേസസിലായിരിക്കണം പോവേണ്ടത്. ഓക്കെ. അല്ലെങ്കിൽ ആ സെൻറ്റൻസ് എന്തായിരിക്കും, ഡാറ്റീവ് ആയിരിക്കണം. സോ വെർബുകൾ പ്രോപ്പറായിട്ട് പഠിക്കുക. കുറച്ച് വൊക്കാബുലറിയും കിട്ടിയില്ലേ. ആൻഡ് ഓൾസോ പറയാൻ പറ്റും, നിങ്ങൾ നോട്ട്സിൽ ഞാൻ കുറച്ച് വൊക്കാബുലറിയോട് കൂട്ടിയായിട്ട് വിടുന്നത്. സോ ഓഫ് കോഴ്സ് നോട്ട്സ് എന്താണെങ്കിലും റെഫർ ചെയ്യണം. ആൻഡ് വാട്സപ്പ് ചാനലുണ്ടാവും, ചാനലല്ലല്ലോ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവും. സോ നോക്കുക, അതിൽ തന്നെ എൻ്റെ നമ്പർ ഉണ്ടാവും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, അപ്പോൾ പറഞ്ഞുതരാം. സോ അതിൻ്റെ 2 എക്സാമ്പിൾ, അതായത് നമ്മുടെ ഡാറ്റീവ് വെർബൻ്റെ 2 എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സോ അതിൽ ആദ്യത്തെ എക്സാമ്പിൾ, ദി മുട്ടർ ഷ്നെക്റ്റ് ദർ ടോസ്റ്റർ ഐന ഹാൻഡ്, അതായത് ദി മദർ സെൻഡ് ഫോൺ ടു ദി ഡോട്ടർ എന്നുള്ള മീനിങ്ങാണ്. സോ ടോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ടറാണ്. ഷ്നെക്കൻ ഇവിടെ എവിടെ ഓക്കെ. ഷ്നെക്കൻ എന്ന് പറയുന്നത് ഇത് ഇവിടെ, ടു സെൻറ്റ്, ആൻഡ് ഹാൻഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ. സോ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസിൽ ആദ്യം കൊടുത്തേക്കുന്നത് ദി മുട്ടർ ഷ്നെക്റ്റ് ദർ ടോസ്റ്റർ ആയ ഹാൻഡി. മുട്ടർ മദറാണ്, ഷ്നെക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സെൻറ്റ് ആണ്, ആൻഡ് ടോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ടറാണ്, ഹാൻഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണാണ്. അതായത് ദ മദർ സെൻഡ് എ ഫോൺ ടു ദ ഡോട്ടർ. അപ്പോൾ ഷ്നെക്കൻ എന്നുള്ള ടു സെൻഡ് എന്നുള്ള ഡാറ്റീവ് വെർബൻ വന്നതുകൊണ്ട് എന്താണ്, അത് ഡാറ്റീവ് സെൻറ്റൻസ് ആണ്. പിന്നെ ഇഷ് ഹെൽപ്പ് ഏഡൻ ടാഗ് മൈന മുട്ടർ, അതായത് ഐ ഹെൽപ്പ് മൈ മദർ എവറി ഡേ. ഏഡൻ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി ഡേ. സോ ഹെൽപ്പ് ടു ഹെൽപ്പ് എന്നുള്ളൊരു വെർബ് എന്താണ്, ഡാറ്റീവ് വെർബനാണ്. സോ അതെന്താണ്, ഡാറ്റീവ് കേസാണ്. സോ ഇതാണ്. പിന്നെ ഇതിൽ നോക്കാനുള്ളത് നമുക്ക് ഡാറ്റീവ് പേഴ്സണൽ പ്രോനൗൺ ഉണ്ട്. സോ നമുക്ക് അതും കൂടെ നോക്കാം. സോ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ നോക്കാനുള്ള ഡാറ്റീവ് പ്രപ്പോസിഷൻ ആണ്, ഡാറ്റീവ് പേഴ്സണൽ പ്രോനൗൺ ആണ്. സോ അക്വസാറ്റീവ് പഠിച്ചായിരുന്നു, ഇഷ്, മിഷ്, ദു, ദിഷ്, അത്. സോ അക്വസാറ്റീവ് പേഴ്സണൽ പ്രോനൗൺ നോക്കിയിട്ട് വരാം. അക്വസാറ്റീവിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇഷ്ലി ബെ ഡിഷ് ആയിരുന്നു ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നായിരുന്നു എക്സാമ്പിൾ പറഞ്ഞത്. സോ നമുക്കിനി ഡാറ്റീവ് പേഴ്സണൽ പ്രോനൗൺ നോക്കാം. സോ ഡാറ്റീവിൽ ഇഷ്, മിയർ, ദു, ദിയർ, എർ, ഈമ, സി, ഇയർ, എസ്, ഈമ, വിയർ, ഉൻസ്, ഇയർ, ഓയ്ഹർ, സി, ഈനൻ, സി രണ്ടും ഈനൻ, വലിയ സിയും ചെറിയ സിയും. സോ ഒന്നുകൂടെ വായിക്കാം. ഇഷ്മിയ, ദു, ദിയർ, എർ, ഈമ, സി, ഇയർ, എസ്, ഈമ, വിയർ, ഉൻസ്, ഇയർ, ഓയ്ഹർ, സി, ഈനൻ. സോ ഇതാണ് ഡാറ്റീവ് പേഴ്സണൽ പ്രോനൗൺ എന്ന് പറയുന്നത്. സോ അക്വസാറ്റീവ് ഓർക്കുന്നുണ്ടോ, ഇഷ്മിഷ്, ദു, ദിഷ്, അല്ലെങ്കിൽ സി ഇതൊക്കെ ആയിരുന്നു അക്വസാറ്റീവ്. സോ അക്വസാറ്റീവ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് പറയാം, രണ്ടും കൂടെ ക്ലാഷ് ആയി പോരുന്നത്. സോ അത് നിന്നെ, എന്നെ, അവനെ, അവളെ എന്നൊക്കെ ആണെങ്കിൽ ഇത് നിനക്ക്, എനിക്ക്, അവന്, അവക്കെന്നൊക്കെയാണ് എന്ത് ഡാറ്റീവ് പ്രപ്പോസിഷൻ്റെ മീനിങ് വരുന്നത്. പിന്നെ നോക്കാനുള്ളത് അക്വസാറ്റീവ് പ്രപ്പോസിഷൻ പോലെ തന്നെ ഡാറ്റീവ് പ്രപ്പോസിഷൻ ഉണ്ട്. സോ ഡാറ്റീവ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഇത്ര എണ്ണമാണ്. സോ ആദ്യത്തേതാണ് മിറ്റ്. മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് എന്നാണ്.
ആൻഡ് ബൈ വിത്ത് തന്നെ ഒഫീഷ്യലായിട്ടാണ്. ബൈക്ക് കുറേ മീനിങ് ഉണ്ട്. അറ്റ് അങ്ങനെ കുറേ മീനിങ് ബൈക്ക് വരുന്നുണ്ട്. ആൻഡ് ഒന്നുകൂടെ പറയാം, മിറ്റ് വിത്ത്, ബൈ വിത്ത്, ആൻഡ് ഔസ് എന്ന് പറയുന്ന ഫ്രം ആണ്. അതായത് ഇഷ്കൊമ്മ ഔസ് പഠിച്ചില്ലേ? സോ ഔസ് ഫ്രം എന്നുള്ള മീനിങ് ആണ്. വേറൊരു മീനിങ് ഉള്ളത് മെയ്ഡ് ഔട്ട് ഓഫ് എന്നുള്ളൊരു മീനിങ്, അതായത് ഒന്നിൽ നിന്ന് വേറൊന്നും ഉണ്ടാക്കിയത്. ഇപ്പോൾ ഗോൾഡിൽ നിന്ന് മാല ഉണ്ടാക്കി എന്നൊക്കെ പറയില്ല. സോ അതാണ് ഔസ്. ഔസിന് 2 മീനിങ് ഉണ്ട്. ഫ്രം, അതായത് ഫ്രം എ പ്ലേസ് എന്നുള്ളൊരു മീനിങ്, ആൻഡ് ഓൾസോ മെയ്ഡ് ഔട്ട് ഓഫ് എന്നുള്ളൊരു മീനിങ്, അതായത് ഒരു മാല അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് അയണിൽ നിന്നാണ് ഞാൻ ആ റോഡ് ഉണ്ടാക്കിയത്, സംതിങ് ലൈക്ക് ദാറ്റ്. ആൻഡ് പിന്നെ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫാണ്, ഓഫ് എന്നുള്ളൊരു മീനിങ് ആണ്. നാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്ററാണ്. സോ നാഹ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് പ്ലേസസിന്. ഇപ്പോൾ അതായത് ഇഷ് ഫാര നാഹ് ബെർലിൻ, അതായത് ഞാൻ ബെർലിനിലേക്ക് ടുവേർഡ്സ് എന്നുള്ളൊരു മീനിങ് ഒക്കെ മോർ ലൈക്ക് വരുന്നത്. അതായത് ഞാൻ ബെർലിനിലേക്ക് ഐ ട്രാവൽ ടുവേർഡ്സ് ബെർലിൻ എന്നുള്ളൊരു മീനിങ്. സോ ഔസും നാഹും മോസ്റ്റ്ലി പ്ലേസസിൻ്റെ ഒപ്പമാണ് വരുന്നത്. നാഹിൻ്റെ മീനിങ് ആഫ്റ്റർ അല്ലെങ്കിൽ ടുവേർഡ്സ് എന്നുള്ളൊരു മീനിങ്ങാണ്. സോ ടുവേർഡ്സ് ഞാൻ കൊടുത്തിട്ടില്ല. അത് പിന്നെ സൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്, സാധാരണ നമ്മുടെ 2 തന്നെ. സൂ ഒന്ന് നോക്കി വെക്കുക. ആൻഡ് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൻസ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് സിൻസ് ദി ആക്സിഡൻറ്റ് ഐ ഹാഡ് നീഷ് മസൺ വിച്ച് മീൻസ് നീ പെയിൻ. സിൻസ് ദ ആക്സിഡൻറ്റ്, അത്രയും കാലം, അതായത് അതും ഒരു സിൻസ് ഒരു പാസ്റ്റ് പറയുന്നതെന്ന് പറയാൻ പറ്റില്ല, അത് തൊട്ട് എന്നുള്ളൊരു മീനിങ് ആണ് സിൻസ് വരിക. പിന്നെ അബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബേ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഫ്രം എന്നൊക്കെ ഉള്ളൊരു മീനിങ് ഉണ്ട്. ഇപ്പം അത് പറയണ അപ്പം നെക്സ്റ്റ് വോഹെ, നെക്സ്റ്റ് വീക്കെൻഡ് തൊട്ട് ഷാബ ഉർലോ, എനിക്ക് ഉർലോബാണത്, വിച്ച് മീൻസ് വെക്കേഷനാണ്. സോ അബ് സ്റ്റാർട്ടിങ് ഫ്രം എന്നുള്ളൊരു മീനിങ് ഉണ്ട്, എവേ എന്നുള്ളൊരു മീനിങ് ഉണ്ട്. ആൻഡ് ഗെഗ്ന്യൂബർ മീൻസ് ഓപ്പോസിറ്റ്. ഗേഗൻ നമ്മൾ പഠിച്ചു എഗനിസ്റ്റ്, ഗെഗ്ന്യൂബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ്. സോ ഇത്രയുമാണ് ഡാറ്റീവ് പ്രപ്പോസിക്സോണൻ വരുന്നത്. ഒന്നര വായിക്കാം. മിറ്റ്, ബൈ, ഔസ്, ഫോണ്, നാഹ, സൂവ, സൈറ്റ്, ഹബ്ബ്, ഗെഗ്ന്യൂബർ. ഇത്രയാണ് ഡാറ്റീവ് പ്രപ്പോസിഷൻസ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂഗോ ബട്ട് വിച്ച് ഈസ് അക്വസാറ്റീവ് പ്രപ്പോസിഷൻ. അക്വസാറ്റീവ് പ്രപ്പോസിഷൻസ് നോക്കി വെക്കുക. ആൻഡ് പുറത്തോട്ടെ. സോ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇഷ് ഗേഹി മിറ്റ് മൈന ഫ്രോയിൻഡ്, മിറ്റ് വിത്ത്, ഐ ഗോ വിത്ത് മൈ ഫ്രണ്ട് എന്നുള്ളൊരു മീനിങ്ങാണ്. സോ അതിൽ മിറ്റ് വിത്ത് വന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ആഫ്റ്റർ ദാറ്റ് മൈനം ഫ്രോയിൻഡ്, മൈനം എന്നാണ് വന്ന ആർട്ടിക്കിൾ മാറി, വിച്ച് ഈസ് ഡാറ്റീവ് പൊസസീവ് ആർട്ടിക്കിൾ വിച്ച് സ്റ്റാൻഡ്സ് ഫോർ ഇഷിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് മൈൻ. ആൻഡ് അത് ഡാറ്റീവിൽ വന്നപ്പോൾ മൈനം ആയിട്ട് മാറി. ആൻഡ് ദെൻ ഈ ഷാബ ആണ് ചെർമൻ ബൈ മാർട്സ്, അതായത് ഐ ഹാവ് അപ്പോയിൻമെൻറ്റ് വിത്ത് ദ ഡോക്ടർ. സോ ബൈ ആർട്സ് ആണ്. ബൈമെന്ന് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ പ്ലസ് ബെയിമാണ് ബൈമെന്ന് വന്നത് കേട്ടോ. സോ ഇങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇടയ്ക്ക് എക്സാമ്പിൾസ് പറഞ്ഞു പോകുമ്പോൾ ഞാൻ പറഞ്ഞു. സോ ഇത്രയുമാണ് പേഴ്സണൽ പ്രൊനൗമനും പ്രപ്പോസിക്സോണനും. പ്രപ്പോസിക്സോണൻ്റെ എക്സാമ്പിൾസ് ഞാൻ നോട്ടിൽ പ്രിപ്പയർ ചെയ്ത് തരാം. ആൻഡ് ഓൾസോ ഇതിൻ്റെതും ഒരു 1-2 എക്സാമ്പിൾസ് ഞാൻ നോട്ട്സിൽ തരാം. നിങ്ങൾ നോട്ട്സ് റെഫർ ചെയ്യുക. നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലുണ്ട്. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ കോൺടാക്ട് മീ. സോ ഇത്രയുമാണ്. ആൻഡ് നമ്മളിപ്പം അറൗണ്ട് എനിക്ക് തോന്നുന്നു 8 ക്ലാസ്സസ് സംതിങ് ആയി. നമുക്കൊരു അസസ്മെൻറ്റിൻ്റെ ടൈമായി. ആൻഡ് ഓൾസോ അസസ്മെൻറ്റ് ചെയ്യുക എല്ലാവരും. ആൻഡ് നിങ്ങൾക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടോ നോക്കുക. ഇസ് ദിസ് ഹെൽപ്പിംഗ് യു ഓർ നോട്ട്. സോ അതൊന്ന് ചെക്ക് ചെയ്യുക. സോ അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റൗണ്ട് ആവും. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡാറ്റീവ് കേസ് പഠിച്ചു, ഡാറ്റീവ് ആർട്ടിക്കിൾസ് വിച്ച് ഈസ് ബെസ്റ്റിംറ്റർ, നെഗേഷൻ ആൻഡ് പൊസസീവ് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് ഡാറ്റീവ് വെർബൻ പഠിച്ചു. ആൻഡ് ദെൻ ഡാറ്റീവ് പേഴ്സണൽ പ്രൊനൗമൻ ആൻഡ് ഓൾസോ ഡാറ്റീവ് പ്രപ്പോസിക്സോണൻ. സോ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. സോ ഇതോടുകൂടി നമ്മുടെ 3 കേസസ് കഴിഞ്ഞു. അതായത് നമ്മുടെ നോമിനാറ്റീവ്, അക്വസാറ്റീവ്, ഡാറ്റീവ്. സോ ഇത് 3 നന്നായിട്ട് റിവൈസ് ചെയ്തിട്ട് വരെ ഇത് 3 തൊട്ട് സെൻറ്റൻസ് മേക്ക് ചെയ്ത് നോക്കാം. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രേ ഉള്ളൂ. സോ വേറൊരു പോർഷനായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ചേഴ്സ്.